കേട്ടാ ഇപ്പൊ കമ്പി എണ്ണുന്ന എലീനയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് കഴിയുമ്പോ അഴി എണ്ണുന്ന എലീനെ കാണേണ്ടി വരും. അതല്ല, അത് കുട്ടിത്തെ അഭിനയിക്കുവാണോ? തമാശ എന്തെങ്കിലും ആയിരുന്നോ പറയുന്നത്? അല്ലല്ല, ഞങ്ങളാണോ വേറെ കാര്യം പറഞ്ഞതാ. ആണോ? എന്നാ ചെവിന്ന് അപ്പുറത്തൂടെ പറഞ്ഞു ബാബു ഒരാൾ എല്ലി വലിയ കിട്ടിയില്ല. നമുക്ക് മാറി സംസാരിക്കാം. നമ്മൾ മാറി സംസാരിക്കാം. അതല്ല, എന്താണ് ഇവിടെ അതിന് വെട്ടിത്തിരിച്ചു വെച്ചേക്കുന്നത്? നിങ്ങൾ എന്തായാലും ഞാൻ കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം ചെയ്ത കൂട്ടത്തിൽ തന്നെ എന്റെ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോമഡി മാസ്റ്റേഴ്സിലേക്ക് വീണ്ടും അറിവിന്റെ ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ കമ്പിയൊക്കെ നിരത്തി വെച്ചിട്ട് എന്തിന്റെ അറിവാണ് ഉദ്ദേശിക്കുന്നത്? കണ്ടിട്ട് എന്താ തോന്നുന്നത്? അല്ലല്ല, അങ്ങനെ തമാശ. അതെങ്ങനെയാ ഡ്രൈവിംഗിന്റെ ABCD അറിയാവുന്ന ഇവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബെസ്റ്റ് ആളാ. കമ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കമ്പിയെ പറ്റി ആധികാരികമായി പറയാൻ പറ്റുന്നത് പറ്റുള്ളൂ. കാരണം അതെന്താന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിച്ച് കമ്പികൾ ഒരു 10-200 എണ്ണം ഞാൻ തട്ടിക്കളഞ്ഞു. അങ്ങനെ എനിക്കൊന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ എടപ്പള്ളി എവിടെയായിരുന്നു സംഭവം നടന്നത്? പാലാരിവട്ടത്ത് പുതിയ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വന്നത് ദേവിചന്ദ്ര കാരണമാണ്. എല്ലാം പഴയതെല്ലാം ഇടിച്ച് അവിടെ നാട്ടുകാർ പറഞ്ഞു അവർക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല രാത്രിയൊക്കെ. പിന്നെ അവർക്ക് നേരെ വന്ന് മെട്രോ ചെയ്താൽ മതിയായിരുന്നു. അല്ല, ഇതെന്താ പരിപാടി? അതിനുശേഷം ദേവി ചേച്ചി പിന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? ഡ്രൈവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതിയായ, പക്ഷെ വണ്ടി തരുന്നില്ല. അല്ല, അതിനുള്ള കമ്പിയില്ല, അതിനുള്ള കമ്പിയില്ല. ഒരു ബുൾഡോസറിന് അപേക്ഷിച്ചിട്ടുണ്ട് IRDP ലോൺ വഴി. കിട്ടിയാൽ ഓടിക്കും. ശരി, പക്രുചേട്ടന് എപ്പോഴെങ്കിലും ഡ്രൈവ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മൾ പല കോൺവെർസേഷനിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, പക്രുചേട്ടന് വണ്ടികളോട് അതിയായ ഭ്രാന്തുണ്ട്. ഭ്രാന്തനാണ് വണ്ടിയുടെ കാര്യം പറയുമ്പോൾ. പക്ഷെ വണ്ടി എടുത്ത് പൈസ കളഞ്ഞുള്ള ഭ്രാന്തില്ല. ഡ്രൈവിംഗ് 100 പ്രാവശ്യം പണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് എന്നെ പിടിച്ചകത്തിടും. അതെ, കാരണം അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറി. ഒരു സിനിമയ്ക്ക് വേണ്ടി മടിയിലിരുന്ന് ഡ്രൈവിംഗ് ആഗ്രഹത്തിന്റെ പേരിൽ അങ്ങനെ കുറച്ച് ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെല്ലുമ്പോ ആരും ഇല്ലെങ്കിൽ ലുലുമാളിൽ പിള്ളേരിരിക്കുന്ന കയറി ഓടിക്കുന്നു. പിന്നെ ഇനി ഇതിന്റെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അടുത്ത് കുറെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ബ്രേക്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എന്റെ രീതിയിൽ വണ്ടി ഓൾട്ടർ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം, അത് താല്പര്യം ഉണ്ടെന്നൊക്കെ ചോദിച്ചു എന്നെ കുറെ പേര് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞായറാഴ്ച വാ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് വൈഫ് ചോദിച്ചു ആരാ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിരുന്ന ഒരാളെ വിളിച്ചെന്നു. പിറ്റേ ദിവസം അവള് പറഞ്ഞു നേരെ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുമായിരുന്നു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു അല്ല ആ പരിപാടിക്ക് പോകണ്ട, ഞാനുണ്ട്, ഞാൻ ഓടിച്ചു. ഇപ്പൊ അവളെല്ലാ വണ്ടി ഓടിക്കും, ഏത് വണ്ടി കൊടുത്താലും. വണ്ടി അത്യാവശ്യം ഓടിക്കും. ഷൂട്ടിനൊക്കെ പോകുമ്പോ പൊതുവെ ഡ്രൈവ് ചെയ്യുന്നത് ലൈസൻസ് എടുക്കാൻ പോയപ്പോഴും ഈ എന്റെ മാഷ് പറഞ്ഞു ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ തന്നെ ഓടിക്കണം. ഡ്രൈവറിനെ കൊണ്ട് പോയ ആദ്യ വ്യക്തിയാണ്. ബൈക്കിൽ ലൈസൻസ് എടുക്കാൻ പോയപ്പോഴേ നമ്മൾ ഈ ആശാൻ പറയുമല്ലോ എന്തും നമ്മൾ ചത്താലും കാലും നിലത്ത് കുത്തരുന്നു. അവിടെ മെറ്റൽ കൂണി ഉണ്ടായിരുന്നു. ഇതിന്റെ മേളിൽ വണ്ടി വീണു ഇറഞ്ഞ താഴെ ഞാൻ ഈ മുട്ടൊക്കെ ഓറഞ്ഞു എന്നിട്ട് കാല് കുത്തിയിട്ടില്ല. ഞാൻ പടന്നു ഇങ്ങനെ എന്താ കാല് കുത്തരുത് ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു മതി 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 എടുക്കണ്ട ലൈസൻസ് തന്നു. എന്റെ ലൈസൻസ് എടുക്കുന്നത് ഭയങ്കര കോമഡിയായിരുന്നു. പെട്ടെന്ന് നമുക്കൊരു ഷൂട്ടിന് വേണ്ടിട്ട് ചെന്നൈയിൽ അവിടെ ലൈസൻസ് ഇല്ലാതെ നമുക്ക് വണ്ടി തരത്തില്ല. അതിനുവേണ്ടി പെട്ടെന്ന് വണ്ടി ഓടിക്കാനൊന്നും അല്ല, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിച്ചത്. അപ്പൊ പെട്ടെന്ന് എടുക്കണം. അപ്പൊ പക്ഷെ സർട്ടിഫൈ ചെയ്യണമല്ലോ. അപ്പൊ അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പാവ ആ സാറ് റിട്ടയർ ആയി പോയിരിക്കണം, അല്ലെങ്കിൽ അതായത് എടുക്കണം. തൊട്ടപ്പുറത്ത് എച്ചു എടുത്തോണ്ടിരിക്കുക, മറ്റേ 2 വീലറും 4 വീലറും. ഞാൻ ഇവിടുത്തെ കമ്പി എല്ലാം കളഞ്ഞിട്ട് അപ്പുറത്തെ കമ്പി കമ്പി അലർജി, വീക്ക്നെസ്. എനിക്ക് കമ്പി അലർജി ചേട്ടാ, എനിക്ക് കാണാനാണോ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ഇതൊന്നും ചെയ്യരുതേ, തട്ടിക്കളഞ്ഞു. ലാസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ലൈസൻസ് എടുക്കാൻ വേണ്ടി സാറെടുത്ത് സാർ റോഡിൽ വണ്ടി എടുത്ത അവസാനം കടലിൽ പോയി ചാടുമല്ലോ, താൻ ഇത് ഞങ്ങളുടെ ജോലി കളയുമോ? ഞാൻ പറഞ്ഞു സാർ ഞാൻ സത്യമായിട്ടും വണ്ടി റോഡിൽ ഇറക്കത്തില്ല. ഇറക്കരുത്, ഒരു കാരണവശാലും ഇറക്കരുത്, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാവും. ഞാൻ പറയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു കേട്ടോ, അത് വേറെ പ്രശ്നം. ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബോധവൽക്കരണം. മലയാളത്തിൽ കുട്ടി പണ്ഡിതയായിരിക്കുന്നു. ഞാൻ ഭയങ്കര പണ്ടിയായിരിക്കുന്നു. പണ്ഡിത. ഓക്കെ, ശരി, ഞാൻ ഭയങ്കര പണ്ഡിതയായിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് എന്താ വിചാരിച്ചതെന്ന് അറിയോ, ഈ ഡ്രൈവിംഗിന്റെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കാരണം പിള്ളേര് പലപ്പോഴായിട്ട് പാരന്റ്സിന്റെ വണ്ടി എടുത്ത് പോകുന്നു, അവർക്ക് ലൈസൻസ് ഉണ്ടാവില്ല, വണ്ടി ചിലപ്പോൾ അവരുടെ പേരിലായിരിക്കില്ല, അതിനെ തുടർന്ന് കുറെ പ്രശ്നങ്ങൾ വരുന്നു. അതല്ലാണ്ടും ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ടും കുറെ ഇഷ്യൂസ് കാര്യങ്ങൾ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതിന്റെ സേഫ്റ്റി റൂൾസ് റെഗുലേഷൻസ്, എന്താണ് എച്ച്, എന്താണ് എയ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരാൻ വേണ്ടി ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരെ ഞാൻ ബന്ധപ്പെട്ട് അതിലൊരു സാർ നമുക്ക് വന്ന് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലെ? ഹായ് സർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരു മിനിറ്റ്, സ്ലോ സ്ലോ സ്ലോ.
Side കൊടുക്കില്ലേ? പിടിക്കണോ? Back വലി, back. അങ്ങനെ എന്തൊക്കെ കഷ്ടപ്പെടണ്ട. ഹലോ ബ്രേക്ക് എത്തുന്നിടത്ത് ബ്രേക്ക് എത്തണം, ക്ലച്ച് എത്തുന്നിടത്ത് ക്ലച്ച് എത്തണം, ഇല്ലെങ്കിൽ മൂക്കം കുത്തി വീഴും. മനസ്സിലായി? സാറിന്റെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടാ? ബോധവൽക്കരണം നടത്താൻ എന്നവർക്ക് മിനിമം ബോധമെങ്കിലും വേണം. ബോധമുള്ളവരെ കണ്ടാലല്ലേ ആ ബോധം വരുവുള്ളൂ. അല്ല ഇത് എന്തെന്നാ ഇത് ഇപ്പൊ എല്ലാം കൂടെ ഇടിച്ചു തളിച്ച് കളഞ്ഞാലോ. കമ്പി കമ്പി അല്ലെങ്കിൽ കമ്പി തൽക്കാലം ഇവിടെ വെക്കണം. വണ്ടിയുടെ ഫ്രണ്ടിൽ ലവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. വണ്ടിയുടെ ഫ്രണ്ടിൽ ലവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതെന്നാ പരിപാടിയാ? അത് ഓൾട്രേഷന്റെ ഭാഗമല്ലേ? ഞാൻ ലേണേഴ്സിന്റെ ചിഹ്നം വരയ്ക്കാൻ വേണ്ടി ഒരു എല്ല് വരച്ചു വെച്ചതാ. ഇവിടെ ആരാ ലവ് എഴുതി വെച്ചേ? അവിടെ എല്ലാം ഒറ്റയ്ക്ക് ഇരിക്കല്ലേ എന്ന് വെച്ചിട്ട് ഓവി കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ സാർ. അങ്ങനെ അല്ല നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരെന്താ? കൊച്ചമണി ഡ്രൈവിംഗ് സ്കൂൾ. എന്റെ പേര് പുഷ്പൻ. ഓക്കെ. എന്ത് പുഷ്പൻ. അല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് കൊച്ചമണി ഡ്രൈവിംഗ് സ്കൂൾ. കൊച്ചമ്മണിയാ? ആ, അതൊക്കെ ഒരു എന്റെ പഴയ ഭാര്യയുടെ പേരാണ്. ഓ അത് ശരി. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഭാര്യ അവളെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാ. അവളെ അവിടെ അമ്മയ്ക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു. ആണ്. ഓക്കെ. എല്ലാരും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വിളിക്കണേ. അപ്പൊ അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ചെന്നു. അങ്ങനെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു, ലൈസൻസ് കിട്ടി, ലേണേഴ്സ് തന്നു, പിന്നെ ഹെവി തന്നു. അങ്ങനെ ഞാൻ അവിടെ ചേക്കേറി കല്യാണം കഴിച്ചു. ആ കുടുംബത്തെ അവരുടെ ചെലവിൽ കഴിയുന്നതുകൊണ്ട് ഈ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ചു. അങ്ങനെയാണ്. ഹെവി ലൈസൻസ് ആണ്. ഹെവി ആയതുകൊണ്ടാണ് ഈ ഹെവി ലോഡ് തന്നെ എടുത്ത് വെച്ചത്. പുഷ്ടിപ്പെടുന്നുണ്ടോ കമ്പനി? കുഴപ്പമില്ല. നമ്മള് ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നീന്തൽ പഠിപ്പിക്കും. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നീന്താൻ പഠിപ്പിക്കും. എന്തിനാ? കേരളത്തിലെ ഇപ്പോഴത്തെ റോഡല്ലേ, ഒരു ചാറ്റം എഴുതിയാൽ കുഴി ഏതാ റോഡ് ഏതാന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ സാധനം ഓടിച്ചോണ്ട് പോണോ, അതുകൊണ്ട് ആദ്യം നീന്തൽ പഠിപ്പിക്കും. പോരെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഗൂഗിൾ മാപ്പ് വഴിയാണല്ലോ പോണത്. ഇവളീ കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാപ്പ് വഴി പോയിട്ട് ഒരു കുളത്തിൽ വീണു. നീന്തൽ പഠിച്ചിട്ടില്ലേ നീ? നീന്തൽ പഠിപ്പിച്ചു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. സാർ എന്നെ ആദ്യം നീന്തൽ പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ സുഖമാണ്, വെള്ളം തുഴയാൻ പോകാം. പിന്നെ പെണ്ണുങ്ങൾക്ക് റോഡെ കൂടെ ഒന്നാമത്തെ കാര്യം, പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ, കുറ്റപ്പെടുത്താനല്ല കേട്ടോ. അല്ലല്ല ഓടിക്കുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ തുഴഞ്ഞു അങ്ങനെയൊന്നുമില്ല. അതെന്തോ സാർ, അതെന്തോ വർത്താനം പറ. അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റൂല. വണ്ടി കയറിയോ? വണ്ടി കയറി. ചേച്ചി അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുമ്പോ ഇത്തിരി പതിയെ ഓടിക്കും. അത് കാണുമ്പോൾ ഉടനെ പറഞ്ഞ താറാവ് പോണ്, ആമ ഇതിനേക്കാളും സ്പീഡിൽ പോവല്ലോ, ഇതിനേക്കാളും സ്പീഡിൽ പോവല്ലോ, തുഴയുന്നത്. അത് പറയണ നേരെ മറിച്ച് നമ്മൾ ഇത്തിരി സ്പീഡിൽ പോയി നോക്കട്ടെ. എന്നാ കണ്ടു നിൽക്കുന്നത് എന്താ പറയണത്? ആ പെണ്ണ് പോക്ക് കണ്ടില്ല, വായു ഗുളിക വാങ്ങിക്കാൻ പോണ ആണുങ്ങൾ ഇത്ര സ്പീഡിൽ ഓടിക്കൂല. നിങ്ങൾക്കൊക്കെ വണ്ടി ഓടിക്കാൻ ഞങ്ങൾ സ്പീഡ് നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് നമ്മളെ സ്ത്രീകൾക്കുള്ള വേഗത പരിധി എത്രയാണ്? എനിക്കറിയില്ല. സ്ത്രീക്ക് വണ്ടി ഓടിക്കേണ്ട വേഗത പരിധി അല്ല, ആദ്യം വേഗപരിധി അല്ലല്ലോ ഇവിടെ പ്രശ്നം. സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്ന, ഇന്ന് വണ്ടി ഓടിച്ചിട്ട് ഹെൽമെറ്റ് വെച്ചോ, തെറ്റല്ലേ അത്? അത് ഹെൽമെറ്റ് വെച്ച് എന്റെ സ്ട്രൈറ്റ് ചെയ്ത മുടി പോകും. അതാണ് കുഴപ്പം. നമുക്ക് ലൈസൻസ് ഉണ്ടോ? എനിക്കില്ല. ഇല്ല. സാർ ലൈസൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ലൈസൻസ് ഇല്ലല്ലേ? ഉണ്ട്. എന്ത് ലൈസൻസ് ഉണ്ട്? ലൈസൻസ് ഉണ്ട്. വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? എനിക്കറിയാം. നാക്കിന് ലൈസൻസ് ഇല്ലെന്ന് ഇങ്ങനെ പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം സാർ. വായോ 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 ലൈസൻസ് തീരാറാമേ, വായോ 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 വാരി കൊടുക്കണേ, വായോ വായോ വായോ. എന്തോ ഇത് ഇവിടെ ഷോയാണ്. താങ്കൾ എന്താണ് ഈ കാണിക്കുന്നേ? അല്ല, ലൈസൻസ് തീരാമോ പെട്ടെന്ന് ഒരാങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. ചേട്ടാ ഇതിനു മുന്നേ എന്തായിരുന്നു ജോലി? ടോൺ വേറെ ആയിരുന്നു. അതാ ചോദിച്ചത്. മത്തിക്കച്ചവടമൊന്നും നിങ്ങൾ ഉപയോഗിക്കണ്ട. അതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് മുമ്പ് 100 രൂപയ്ക്ക് മത്തി മേടിച്ച വാരിക്ക് ഒരു തരത്തില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയാ മത്തി തന്നെ 1, 2, 3 എണ്ണി തിട്ടപ്പെടുത്തിയേ തരുവുള്ളൂ. ശരിയല്ലേ? പായലക്കൊക്കെ എന്തോ ലൈസൻസ് അങ്ങനെയുള്ള പുതിയ നിയമപ്രകാരം ഒരു ദിവസം ചിലപ്പോ 1, 2, 3 ഒക്കെ കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വാരി കൊടുക്കണേന്ന് പറഞ്ഞ. മനസ്സിലായോ? മനസ്സിലായി സാർ, മനസ്സിലായി. ബോധവൽക്കരണം തുടങ്ങാമോ സാർ? ബോധവൽക്കരണം തുടങ്ങാം. അപ്പൊ നമുക്ക് 8 ആണ് എടുക്കേണ്ടത്. 8 മനസ്സിലായല്ലോ? ഇതുണ്ടോ? ഓക്കെ. ഓ അങ്ങനെയാ. നമ്മളിത് ഇവിടുന്നാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കൈ എങ്ങനെ വെക്കണം അല്ലേ? ചവിട്ടി. ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക് ക്ലച്ച്. ആണോ? ഓക്കെ. ചേച്ചി ഞാൻ 8 എടുക്കട്ടാ? 8 എടുത്തോളൂ. ഈ 8 എടുക്കുമ്പോഴേ, ഈ 8 നമ്മളിങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറങ്ങി ഇതുവഴി ഇങ്ങനെയല്ലേ സാറേ പറഞ്ഞത്? 8 എടുക്കണ ഇങ്ങനെ എടുത്ത് ഇതല്ല 8, ഇത് 6ആണത്. 8 എടുക്കുമ്പോ ഇങ്ങനെ എടുക്കണം. മനസ്സിലായോ? വളരെ ഈസി ആയിട്ട് എടുക്കുന്ന കേസ്. എനിക്കാണെങ്കിലേ എല്ലാരും നോക്കിക്കൊണ്ടിരുന്നപ്പോ ടെൻഷൻ ആവണം സാർ. ഞാനല്ലേ ഇരിക്കണം, നീന്തൽ അറിയാലോ, പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. പേടി. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. അതൊരു ടീം സ്പിരിറ്റിലെടുത്ത്. ടെൻഷൻ എന്തിനാ? അത് സിമ്പിൾ അല്ലേ? ഇങ്ങനെ എടുക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിൾ അല്ലേ? എങ്ങനെ എട്ടേ ഇത്ര ഇങ്ങനെ സിമ്പിൾ കാര്യമല്ലേ? ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? ലൈസൻസ് ഉണ്ടോ? ഉണ്ട്. പിന്നെ
ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുമ്പോൾ സിമ്പിൾ ആണെന്ന് പറയാനായിട്ട് എന്താ പുള്ളി എട്ടെടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞു ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല എട്ടെടുപ്പ് വളരെ സിമ്പിൾ അല്ലേ എന്നാ ആ കുട്ടിക്ക് എടുത്ത് കാണിച്ചു കൊടുക്കൂ എട്ടെടുത്ത് അല്ല, ചേട്ടാ അങ്ങനെ ഹലോ റിലാക്സ്. അങ്ങനെ പുള്ളിക്കാരൻ അത് ചെയ്തോളൂ. എട്ട് കാണിച്ചു കൊടുക്ക്. ഞാൻ കൊറേ കാരണ കണ്ടുപിടിക്ക്. അതാ പ്രചോദേട്ടൻ 8 എടുത്ത് കാണിച്ചു തരാൻ പോവുകയാണ്. വളരെ സിമ്പിൾ ഡ്രൈവിംഗിന്റെ ആയിട്ട്. ബോധവൽക്കരണത്തിൽ പങ്കാളിയാണ് നമ്മുടെ പ്രചോദ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു തട്ടി കമ്പിയെ തട്ടി ഇറങ്ങി പോയി എന്താ സുഹൃത്തെ ഒരു മിനിറ്റ് വണ്ടി ആദ്യം ഓഫ് ചെയ്യണേ. നശിപ്പിക്കാൻ വേണ്ടിട്ട് അല്ല ഇത്രയും ചെറുതായിട്ട് കൊണ്ടുവച്ച് ഞാൻ എങ്ങനെ എടുക്കാം അല്ല അത് ശരിയാട്ടോ ചേട്ടാ, അതല്ലല്ലോ അല്ല അതങ്ങനെയല്ല, അത് ഇത് ചെറുതെന്നല്ല, കറക്റ്റ് അളവിലല്ലേ ഇത്? ഇച്ചിരി അവിടെ വ്യത്യാസം എല്ലാരും അറിയുമല്ലോ ഇത്. ഏ? എല്ലാരും അറിയുമല്ലോ. അയ്യോ അത് ശരി പറഞ്ഞു എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ള ലൈസൻസ് ഉള്ളതാണെങ്കിൽ ലൈസൻസ് ഉള്ള ആൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ള സംഭവം അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ അറിയില്ലേ? നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചത് എന്തായാലും ഞാൻ വിശ്വസിക്കൂല. അല്ല ഞാൻ പഠിച്ചാണ് ഞാനിതിപ്പോ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു എടുത്തല്ലേ ഷോവിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ അല്ല ചെയ്തല്ലേ? ഷോയിന്റെ ഭാഗമാണെങ്കിലും ആൾക്കാർക്കെല്ലാം മനസ്സിലായില്ലേ ലൈസൻസ് ഉള്ള ഒരാള് വണ്ടി ഓടിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു. ഇത് ജനങ്ങൾ അറിയില്ലേ? ഇത് നമുക്ക് ഈ എട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല അന്ന് നമ്മൾ ലൈസൻസിന്റെ സമയത്ത് അവിടെ പോയിരുന്നു ഞങ്ങൾ പോക്കോളാം. ഓക്കെ അല്ല അപ്പൊ സാറേ നമ്മുടെ പ്രചോദിന്റെ ലൈസൻസ് ലൈസൻസ് കട്ടാവൂലോ? എങ്ങനെ കാരണം ഇത് ജനങ്ങൾ കാണൂലേ? മനസ്സിലായി നിങ്ങൾക്ക്? എടുക്കണം നിർബന്ധമില്ലല്ലോ. ആണെങ്കിലും ഇപ്പോഴും അത് അറിയാൻ പാടില്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇവിടെ വന്ന് ചെയ്യുന്നല്ലോ ഞങ്ങൾ മാറ്റിയിട്ടില്ല. അല്ല ഇത് ഫ്ലോറിൽ ചെയ്യുന്നുണ്ടല്ലേ ഗ്രൗണ്ടിൽ ചെയ്യുമ്പോ ശരിയാവും. അതെ, ഇത്രയും വലിയ ഫ്ലോറിൽ ഒരു എട്ടെടുക്കാൻ മേലെങ്കിൽ പിന്നെ എന്തെടുക്കാനാ വന്നിരിക്കുന്നത്? എട്ടിന്റെ പണിയായി അതാണ് എന്റെ ചോദ്യം. ഇതാണ് എട്ടിന്റെ പണി. കുട്ടി വാ. അല്ല സാർ ഇതിപ്പോ ഒരു കാര്യം ചെയ്ത് ആരോട് പറയാൻ നിക്കണ്ട. ഇത് ഇവിടെ നമുക്ക് ഇതിങ്ങനെ അങ്ങ് ഇതാ ചെയ്തിട്ട് അങ്ങ് പോവാം. ഓക്കെ നമ്മളിവിടെ ഒരു ബ്രേക്ക് പറഞ്ഞ് നമുക്ക് ചായയൊക്കെ കുടിച്ച് അതെ അതെ ചായ കിട്ടുമോ? ചായ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബോധവൽക്കരണം തുടങ്ങാം. അത് കഴിഞ്ഞ് എന്നെ ഒന്ന് പഠിപ്പിക്കുന്നതിന് കുഴപ്പമുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റ് ആയിട്ട് അല്ലായിരിക്കാം ചിലപ്പോ സ്കൂട്ടർ ഓടിക്കുന്നതെന്നുള്ളത്. വന്നോളൂ കുഴപ്പമില്ല. ഞാൻ ഇവിടെ നമുക്ക് പഠിക്കാം. ഇവിടെ നിന്ന് പഠി. ഹലോ സാരി എടി ഞാൻ നിന്റെ വീടിന്റെ പരിസരത്ത് ഒന്ന് വെപ്പുണ്ട്. ആ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ. അച്ഛനും അമ്മയും ഉറങ്ങിയില്ല. ഇടി അച്ഛനും അമ്മയും ഉറങ്ങിയാലും കൊള്ളാം ഉറങ്ങിയാലും കൊള്ളാം, എനിക്ക് ഇന്ന് രാത്രി നിന്നെ കണ്ടേ പറ്റൂ. രമേശ് ചേട്ടാ ഞാൻ വരണോ? എടി നാളെ എനിക്ക് നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോകണം. പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. നിന്നെ എനിക്കൊന്ന് കാണണം, സംസാരിക്കണം, പോണം, അത്രേ ഉള്ളൂ. രമേശ് ചേട്ടാ എന്തോ എന്റെ വീടിന്റെ സൈഡിലെ കിണറുണ്ടോ? ആ കണ്ട് അതിന്റെ സൈഡിലോട്ട് കയറി നിൽക്കാൻ ആരും കാണില്ലേ? ഇല്ല നീ ഇങ്ങോട്ട് ഇറങ്ങി വാ കൊച്ചേ. ഞാനിപ്പോ വരാം. ആ രമേശ് ചേട്ടാ സാരി ഞാൻ നാളെ രാവിലെ പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞോ? ഒരാഴ്ച വരെ ഞാൻ രമേശ് ചേട്ടനെ കാണാതിരിക്കണോ? ഒരാഴ്ച വരെ എന്റെ പെണ്ണിനെ ഞാൻ കാണാതിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോ ഈ ഒരാഴ്ച എനിക്ക് ഓർക്കാനായിട്ട് എനിക്ക് താ. ഇതെന്നാ ഇത്? എനിക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ട സാധനങ്ങളെ ലിസ്റ്റാ. പാനിപൂരി, ബോംബെ മിഠായി, എന്തൊക്കെയാടി, ഗുജറാത്തി പൊറോട്ട. എന്റെ പൊന്ന് ഇതൊന്നും അല്ല. പിന്നെ എനിക്ക് മധുരമുള്ളത് താ. പാൽപ്പായസം മതിയോ? എന്റെ പൊന്ന് പാൽപ്പായസം അല്ല പെണ്ണ്, പിന്നെ എനിക്കൊരു ഉമ്മ തരാൻ. രമേശ് ചേട്ടാ നിക്കടി അവിടെ നിക്കാനല്ലേ പറഞ്ഞത്? രമേശ് ചേട്ടാ എനിക്ക് തന്നാലേ ഞാൻ പോകത്തുള്ളൂ. ആണോ? ആ. ഒന്ന് പോ രമേശ് ചേട്ടാ. അയ്യോ. പോയോ? അയ്യോ. രമേശ് അയ്യോ എന്റെ ഭാര്യ ഉഷ കിണറ്റി പോയേ. നാട്ടുകാരെ എന്റെ ഭാര്യ ഉഷ കിണറ്റി പോയേ. ആരെങ്കിലും ഓടി പറഞ്ഞേ എന്റെ ഭാര്യ ഉഷ കിണറ്റി പോയേ. ഉഷ നീ അല്ലേ കിണറ്റി പോയേ? നിങ്ങൾ ചാടിയില്ലേ? പിന്നെ ആരുടെ കിണറ്റി പോയ? അയ്യോ ഞങ്ങളെ മോള് കിണറ്റി പോയേ. മോളെ അറിഞ്ഞ നമ്മളെ മോള് കിണറ്റി പോയടി. കിണറ്റി പോയി. പിന്നെ ഈ നിക്കുന്നത് ആരാ? ആ പറയാനൊക്കെ ഇതാണ് 1 2 3 നമ്മള് 3 പേരും ഉണ്ടല്ലോ ഈ വീട്ടിലുള്ള. അപ്പൊ കിണറ്റി പോയതാര്? വല്ല മാക്ര ചാടിയതായിരിക്കും അല്ലേ? ഓ വത്സൻ, നിന്റെ പഴയ കാമുകൻ വത്സൻ. അയ്യോ എന്റെ വത്സൻ ചേട്ടാ എന്തിനാ ഈ സമയത്ത് വന്നത്? മാറി നിലടി ഇങ്ങോട്ട്. എന്നെ ഉറക്കി കിടത്തിട്ട് വത്സനെ വിട്ട് വിളിച്ചു കയറ്റിട്ട് പിന്നെ ആരടി കിണറ്റി പോയത്? സത്യം പറയടി. എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയാമോടി? നമുക്ക് പണ്ടൊരു ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങണ സമയം നോക്കി അവൻ ഇവിടെ വന്നു, കാല് തെറ്റി കിണറ്റി പോയി.
ഇനി ഒന്നും നോക്കാനില്ല. നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഉഷ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും? കെട്ടിക്കാൻ പ്രായമുള്ള എനിക്കാണ് കള്ളക്കാമുക വരാൻ പോകുന്നത്. പരിപാടി നിനക്ക് കള്ളക്കാമ ഞാൻ ഒരു കാര്യം പറയട്ടെ നീ ഒന്നും പറയണ്ട. അച്ഛൻ ഞാൻ പറയട്ടെ എന്റെ മോള് പറഞ്ഞാ ഞാൻ കേക്ക്. മോള് പറ, ഈ അവളെ ഉപേക്ഷിക്കണ്ടേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിക്കും. ഞാൻ സ്നേഹിക്കുന്നേ രമേശ് ചേട്ടൻ അച്ഛൻ ഈ കിണറ്റിൽ കിടക്കുന്നത്. എന്നാലും ഒരു കാമദ്രോഹി, നീ എന്ത് കാര്യത്തിന് കണ്ട ആമ്പിള്ളേരെ വെച്ച് കെട്ടിച്ചടിച്ചത് നട്ടപ്പാതിര? ഒന്നുകൂടെ പറ. ഞാൻ സ്നേഹിക്കുന്നേ രമേശ് ചേട്ടൻ അച്ഛാ. രമേശ് ചേട്ടൻ നാളെ നോർത്ത് ഇന്ത്യക്ക് പോകും അച്ഛാ. അപ്പൊ പിന്നെ എന്നോട് യാത്ര പറയാൻ വന്നത് അറിയാമോ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടാ. എന്റെ കുടുംബത്തിന്റെ മാനം കപ്പൽ കയറിയേ ദൈവമേ. ഞാൻ ഈ നാട്ടുകാരെ മുമ്പിൽ ഇനി എങ്ങനെ നോക്കും? എന്റെ കള്ളക്കാമ യവനെ ഞാൻ ഇന്ന് രമേശ് ചേട്ടാ പേടിക്കല്ലേ പേടിക്കല്ലേ. നിങ്ങൾ എന്തേ കാണിക്കണത്? ഞാൻ ഈ നാട്ടുകാരെ മുമ്പിൽ എങ്ങനെ നോക്കും? എന്റെ കുടുംബത്തിന്റെ മാനം കപ്പൽ കയറി എന്റെ ദൈവം. വെച്ച് നാട്ടുകാരെ അറിയിച്ച് നാണം കെടുത്താതെ ആ ചെറുക്കനെ എങ്ങനെയെങ്കിലും കരപ്പിലോട്ട് വലിച്ചു കയറ്റാൻ നോക്കും. നാട്ടുകാരെ അറിയിക്കാതെ ഈ ചെളി പൊങ്ങി കിടക്കണ ഈ ചെറുക്കനെ ഞാൻ എങ്ങനെ ഭർത്താക്കും? നീ ഒരു ഐഡിയ പറ. ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഫയർഫോഴ്സിനെ വിളിക്കാം. അതാവുമ്പോ നേരം വിളിക്കുന്നതിന് മുമ്പ് അവർ നൈസായിട്ടൊന്ന് കാര്യം നടത്തി ഇവനെ എവിടെയെങ്കിലും കൊണ്ട് തട്ടിട്ട് മത്സന്റെ കൂടെ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. എടി ആ ഫയർഫോഴ്സ് വന്ന് 4 രാജ്യം അറിയും. അതൊന്നും പറ്റൂല. അച്ഛൻ ഇറങ്ങച്ചാ. ഒറ്റ ഇറങ്ങാടി നിന്റെ രമേശനെ രക്ഷിക്കാൻ വേണ്ടി. ഞാൻ കൂട്ടി ഇറങ്ങ്. അച്ഛ ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും പെട്ട് ഈ ചെറുക്കനെ നാട്ടുകാർ പിടിക്കുകയാണെങ്കിൽ നമ്മളെ മാനം മൊത്തം പോവും. ഒരു കാര്യം ചെയ്, നിന്റെ അപ്പുറത്തെ വീട്ടിലെ മാമയില്ലേ, അങ്ങേരെ വിളി. കണ്ണുമൂക്കം തിരിയാത്ത മാമനെ നട്ടപ്പാതിരൊക്കെ വിളിച്ചിട്ട് എന്ത് കാണിക്കാനാണ്? അയാൾ ആയ കാലത്തെ അയാൾ 500 കിണർ വെട്ടിയ മനുഷ്യനാണ്. കിണറിന്റെ ഭൂമിശാസ്ത്രം മൊത്തം അങ്ങേരക്കറിയാം. ഈ ചെറുക്കനെ എങ്ങനെ കയറ്റണമെന്ന് അങ്ങേരക്കറിയാൻ പറ്റും. പിന്നെ വിളിക്കണ കൊള്ളാം. എന്തോ ഒരു സാധനം കിണറ്റി പോയിന്നേ പറയാവൂ. ഓക്കെ. ഹലോ ഹലോ ആണ്ടെ. ഹലോ അമ്മായിയച്ചാ. അമ്മായിയച്ഛൻ നിന്റെ അച്ഛൻ പാട്ടി. രമേശ് മോനെ, രമേശ് മോനെ നിന്നെ അതെ. ഓ ഒരു കയറിട്ട് എന്നാ പിടിച്ചു കയറി വരാൻ പറ്റുമോ? എന്റെ 2 കൈകളും തമ്മിൽ ഉരസി പൊട്ടിക്കീറിയിരിക്കുകയാണ്. ഇരുട്ടി കിടന്നവൻ സിംബോളിക്ക് നാടകം കളിക്കുന്നു. അവനെ കൊല്ലാനും ആരുമില്ലല്ലോ. മാമനെ വിളിക്കാൻ വേവളയും കാണാൻ. കയ്യെ പിടിച്ച് വലിക്കാതിരി മോളെ. ഞങ്ങൾ വീട്ടിലെ കിണറ്റിലെ എന്തോ ഒരു വലിയ സാധനം വീണു. വല്ല ചക്കയായിരിക്കും. ചക്ക വീണു. അവിടെ പ്ലാവില്ലല്ലോ. വല്ല കാക്കയും കൊണ്ട് കൊത്തിയിട്ടതായിരിക്കും. അത്ര വലിയ ചക്കയോ? പറ്റത്തില്ല, ചക്കക്കുരു അല്ലേ ഇടുള്ളൂ. കിണറ്റിലോ? എടാ സാമാനേ, എന്നതാണാവേ പ്രശ്നം? കിണറ്റിൽ എന്തോ വീണു. കിണറ്റിന് എന്തോ വീണു. അതിനാണോ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടേ? ഇതൊക്കെ വെറും ചീള് കേസല്ലേ. ഈ മാമൻ എത്ര കിണർ കുത്തിയിരിക്കുന്നു, എത്ര പേരെ രക്ഷിച്ചിരിക്കുന്നു. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അറിയാലോ 1969 കഥ പിന്നെ പറയാ. ഇതൊന്നും തന്നെ നോക്കട്ടെ. സാമാനേ പന്നിയാടാ. പന്നിയാണോ? എങ്ങനെയെങ്കിലും റെഡിയാക്കിക്കോളാൻ. അയ്യോ, അത് വെറും പന്നിയല്ല, പിന്നെ കാട്ടുപന്നിയാ. ഒരു കാര്യം ചെയ്യാം. കാട്ടുപന്നിയല്ലേ, നാളെ രാവിലെ എടുക്കാം. നീ പറയിട്ട് സംഭവം മാമനായോണ്ട് പറയാം. ഇതൊരാളാണോ എന്നൊരു സംശയമുണ്ട്. ആളാണോന്ന് ഒരു സംശയമുണ്ട്. ആണോ? എന്നാ പിന്നെ നീ എന്തിനാ പിടിക്കുന്ന? മാമനല്ലേ ഉള്ളേ. നിനക്കറിയാലോ 1969 ബാക്കി പറ. ആളാണോന്നു സംശയമുണ്ടോ? നോക്കട്ടെ. ഹലോ, ഇതാരാന്നറിയാവോ? ആരാ? ഏതോ മിമിക്രിക്കാരനാ. അതെന്നാ അങ്ങനെ? ഇന്നലെ മിമിക്രി കഴിഞ്ഞ് വന്നപ്പോ കിണറ്റിലെങ്ങാണ്ട് വീണതാ. എങ്ങനെ മനസ്സിലായ? കിണറ്റിൽ കിടന്ന് കുറിച്ച് അനുകരിക്കുന്ന കണ്ടില്ലേ? അത് തിക്കൃഷി അനുകരിച്ചല്ല, പിന്നെ അവന്റെ ബാക്കിയകത്ത് മറ്റേ പച്ചപ്പായിൽ കയറിയാണ്. ആണോ? ഒരു കാര്യം ചെയ്. പാതാള കരണ്ടി ഉണ്ടോ ഇവിടെ? പാതാള കരണ്ടി എടുത്തോണ്ട് പോവാ. എടുത്തോ. മാമനെ നിനക്ക് അറിയാലോടാ താവുമോനെ. 1969 പിന്നെ പറയാം മാമ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ പാതാള കരണ്ടിയൊന്ന് പിടിച്ചേ.
ഒരു പാതാളകരണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ കാണാമോ? കാണാം കാണാം. എനിക്ക് കാണത്തില്ല. അതിലോട്ട് കൊരിക്കാൻ നോക്കിക്കേ. കൊരിക്കാൻ നോക്ക്. നോക്കി കൊരിക്കാൻ നോക്കി. വലിച്ചോട്ടെ. വലിച്ചോ വലിക്കട്ടെ. വലിച്ചോ. വലിക്കട്ടെ. എടാ സാബുമോനെ അവിടെ നിന്ന് വലിക്കാതെ ഇവിടെ അവിടെ നിന്ന് വലിച്ചോളൂ. വലിച്ചോളൂ. തലയില്ലാത്ത ശവമാണോടാ കിണറ്റി കിടക്കുന്നേ. അവന്റെ മുണ്ടും ഷർട്ടും നിക്കറും വരെ വന്നു. അവൻ മാത്രം അകത്തായോ അമ്മ? അവനെവിടെ കിടക്കുകയാണോ? രമേശേട്ടാ രമേശേട്ടാ വിഷമിക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ എന്റെ രമേശേട്ടന്. രമേശേട്ടാ ആര്? ആരടാ? പോയി. നീ ഒന്നേടി. കുടുംബത്തിന്റെ മാനം പോയി. ആരെ കിണറ്റി കിടക്കുന്ന രമേശേട്ടൻ? മാമ, ഈ കിണറ്റി കിടക്കുന്ന രമേശേട്ടൻ ഇവനെങ്ങനെ അറിയാം? മാമൻ നമ്മളെ കുടുംബത്തിലുള്ള ആണല്ലോ. അതെ, നമ്മളെ കുടുംബത്തിന്റെ മാനം എന്ന് പറയുന്നത് മാമന്റെ മാനവും കൂടെ ആണല്ലോ. നമ്മുടെ പ്രശ്നം. നമ്മളെ കുടുംബത്തിന്റെ മാനം പോയാൽ അത് മാമന് സഹിക്കാൻ പറ്റുമോ? ചത്ത് കളയുന്നില്ലേ അതിലും ഭേദം. അങ്ങനെയാണെങ്കിൽ മാമനോട് ഞാനൊരു കാര്യം പറയാം. ഒരു ചെറിയ കയ്യബദ്ധം പറ്റി, നാട്ടുകാരും അറിയരുത്. എന്താണ്? ഇവക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, രമേശൻ. അവൻ രാത്രി അവളെ കാണാമെന്നപ്പോ കാല് തെറ്റി കിണറ്റിന്റെ അകത്ത് വീണ്. ഇത്രയും നേരം അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ 4 പഞ്ചായത്തും ഗൾഫിലുള്ള അളിയന്മാരെ അറിഞ്ഞു. എന്റെ പൊന്നു മാമ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി. ഒന്ന് എങ്ങനെങ്കിലും രക്ഷിക്കാം. കയറിഞ്ഞപ്പോ ഈ കയറൊന്നും വേണ്ടല്ല. ഒറ്റ കയ്യ. സാവുമാൻ അറിയാലോ മാമനെ കുറിച്ച്. 1969 69 കഥയൊക്കെ പിന്നെ പറയാം. ആദ്യം വഴി എന്തരാന്ന് പറ. കെട്ടിക്ക്. നരന്റെ അകത്ത് മോഹൻലാലൊക്കെ തടി പിടിക്കാൻ പോകുന്നോടത്തെ പണിയില്ലേ, അതുപോലത്തെ ഒരു സാഹസിക പണിയാണ് മാമൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം കേട്ടോ. എന്നായാലും നിനക്കറിയാലോ, ഞാനൊരു തല മുഴുവൻ ടോർച്ച് പിടിച്ചേ. അയ്യോ, ഇത് സാധാരണ കിണറല്ല, പിന്നെ മരുതമാന കിണർ. ഒരു തമാന കിണർ, അപകടം പിടിച്ച കിണർ. ഗുണമാമ, ഇന്റെ ഗുണക്കഥ പറഞ്ഞ ഞാൻ കൊല്ലും. ഈ കയറ് ഇവിടെ കെട്ടണോ? നിനക്കറിയാലോ സാഹുമോനെ, 1969 അയ്യോ 1969 പറഞ്ഞു തൊലക്ക്. 1969 ഇതുപോലൊരുത്തൻ പൊട്ടക്കിണറ്റിൽ പോയി പെണ്ണിനെ കാണാൻ വന്ന ആളെ പൊട്ടക്കിണറ്റിൽ പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ മുഴുവൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാനും എന്റെ 5 പണിക്കാരൂടെ വന്നു. എന്നിട്ട് കിണറിന് ചുറ്റും പിക്കാസിനൊരു കുഴിയെടുത്ത് മണ്ണെടുത്ത് അങ്ങ് മാറ്റി, ശകുലിന് മണ്ണ് കുത്തി മാറ്റി. എന്നിട്ട് കിണറങ്ങ് ഫ്രീ ആക്കി. എന്നിട്ട് ആ കിണറെടുത്ത് ഒരൊറ്റ കമത്ത. എന്നിട്ട് അപ്പൊ കിണറിന്റെ ചോട്ടി കിടന്നവൻ ഉരുണ്ട് താഴോട്ട് വീണു. എന്നിട്ട് ഞാൻ ആ കിണറെടുത്ത് നേരെ വെച്ചു. മണ്ണൊക്കെ ഇട്ട് മൂടി. 1969 കുന്തളിപ്പ് തീർന്നെങ്കിൽ അങ്ങനല്ല, അതിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഈ കിണറിനകത്ത് ഓക്സിജൻ ഉണ്ടോ നോക്കണം. ഓക്സിജൻ ഉണ്ടോ നോക്കണം. ഓക്സിജൻ. ചുമ്മാ ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു കൊട്ട കെട്ടി അതിനകത്ത് കുറെ ചപ്പ് കെട്ടി ചപ്പിട്ട് ഇറക്കി ഓക്സിജൻ ഉണ്ടാക്കണം ആദ്യം. ഓക്സിജൻ ഉണ്ടാക്കണം, എന്നിട്ടേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. തീയത്തിക്കാനാണ് പറയണത്. ആ പോക്കുവാണെങ്കിൽ അവ അകത്തിരുന്നോണ്ട് ചിക്കൻ ഫ്രൈ ആവും. അത് മാത്രമല്ല, ചുമ്മാ ഒന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് കിണറിനോട് അനുവാദം ചോദിക്കണോ? പിന്നെ പോയി ചോദിച്ചിട്ട് വാ. നിങ്ങൾ നോക്കി നിക്കണത് നാട്ടുകാരെ നാണക്കേടാണ്, നമ്മുടെ മാനം പോകുന്നു. ഇനി ഒന്നും പേടിക്കണ്ട. ഇനിയാണ് കഥയ്ക്കൊരു ട്വിസ്റ്റ്. ഇനി വാ പറഞ്ഞു തരാം.
നമ്മൾ പറയുന്നു നിന്റെ അമ്മ അവൻ കണ്ണ് കണ്ടുകൂടാത്ത മാമൻ നിന്നെ കാണാൻ വരുമ്പോൾ കണ്ണ് തെറ്റി കിണറ്റിൽ വീഴുന്നു. അപ്പോൾ അതുവഴി ബൈക്കിൽ പോയ ധീരനായ ഒരു യുവാവ് ടിയാനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ കിണറ്റിലേക്ക് എടുത്തു ചാടി. ഇവർ രണ്ടുപേരും കിണറിൽ കുടുങ്ങിപ്പോയി. ഇനിയിപ്പോ നാട്ടുകാർ വന്ന് കയറി രക്ഷപ്പെടുത്തണം. ഈ കഥയിൽ നമ്മൾ 3 പേരും ഇല്ല. ആ എങ്ങനെയുണ്ട് ഐഡിയ? അപ്പൊ നീ നാട്ടുകാരെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞോ, നാട്ടുകാരെ ഓടി വരണേ അമ്മ കെട്ടി വീണെന്ന് വിളിച്ചോ. നാട്ടുകാരെ ഓടി വാട്ടെ, ഞങ്ങളുടെ മാമനെ ഇവിടെ കിണറ്റിൽ വീണായിരുന്നേ. അടി അടിച്ചത് എന്റെ കവാല നീരാക്കും. ശബ്ദം പോകില്ലേ? വിളിയടി അങ്ങോട്ട്. അയ്യോ നാട്ടുകാരെ ഓടി വായോ, മാമൻ കിണറ്റിൽ വീണേ. അങ്ങനെ എന്നെ കല്യാണം കഴിഞ്ഞ അതിരാത്രിയാ. ആപ്പിളിന് പകരം ദാക്ഷായണി ബണ്ണ്, മുന്തിരിക്ക് പകരം ദാക്ഷായണി ബിസ്ക്കറ്റ്. ഒന്ന് മിന്നിച്ചേക്കണ എന്റെ ഭഗവാനെ. ദേ വരുന്നു മിഥുന സിനിമയിലെ ഉർവശി. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നീ പെട്ടി കണക്കെടുത്ത് താമസം മാറിയോ? ഇതാ പറഞ്ഞത്, സേതുവേട്ടനെ ഒന്നും അറിയത്തില്ല. നീ എന്നെ കൊല്ലാൻ വന്നതാണോടി? ഇതാണ് എന്റെ പല്ലക്ക്. പല്ലക്കോ? ഇത് കെട്ടിപ്പോയിനല്ലേ സേതുവേട്ടൻ എന്നെ നാട് കടത്തിയത്. അതുകൊണ്ട് ഞാനിത് നിധി പോലെ സൂക്ഷിച്ചേക്കുക. അല്ല മോളെ, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ, ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ? ഇതെന്താ പാലിന് പകരം ജ്യൂസോ? ജ്യൂസ് അല്ല, കുലുക്കി സർബത്താ. പാലിന്റെ ഒക്കെ കാലം കഴിഞ്ഞ് ഇതാ ട്രെൻഡ്. അല്ല ഇത് ഞാൻ എന്തിനു കുടിക്കണം? ഇത് കുടിച്ചാലേ ഏത് വഴിക്കാന്നൊന്നും അറിയാൻ പറ്റില്ല. നല്ല സ്മൂത്തി ആയിരിക്കും. ഇന്നത് തലിക്കാലം അവിടെ തന്നെ ഇരിക്കട്ടെ. അല്ല മോളെ, എന്തായാലും വന്നാലും നിക്കാതെ നിന്നാലും അങ്ങോട്ട് ഇരിക്ക. ഇതെന്താ ചെയ്തേട്ടാ, നല്ല സുഖമുണ്ടല്ലോ ഈ കട്ടിലിരിക്കാൻ. അതാണ് ഈ കട്ടിലിന്റെ പ്രത്യേകത, നല്ല സുഖം ഉണ്ടാവും. അതാണ് ദാക്ഷായണി ബെഡ്. സേതുവേട്ടാ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് സേതുവേട്ടന്റെ കൂടെ വന്നതെന്തിനാന്ന് പറയട്ടെ, നല്ല സുഖമായി ജീവിക്കാനാ. എന്തോ സേതുവേട്ടന്റെ കട്ടിലിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇതെന്താ വെറുതെ അല്ല മനുഷ്യനെ കുറുമ്പ് അടിക്കണത്. ഇതാണ് ദാക്ഷായണി ബണ്ണ്. എടി, എന്റെ ബിസ്ക്കറ്റ് കമ്പനി ഒന്ന് പച്ച പിടിച്ചിട്ട് വേണം എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ. അപ്പൊ ഈ നിൽക്കണ കാലിൽ ചെയ്തോട്ടല്ലേ? അപ്പോൾ അവളുടെ തമാശക്കൊരു കുറവുമില്ല. തേങ്ങ ഉടയ്ക്ക് സ്വാമി, തേങ്ങ ഉടയ്ക്കാനാ പറഞ്ഞത്. എന്റെ പൊന്നു സ്വാമി, തേങ്ങ ഒന്ന് ഉടയ്ക്ക്. എന്റെ ചേട്ടന്റെ തല പൊട്ടി തെറിച്ച് പോട്ടെ സ്വാമി. അയ്യോ സേതുവേട്ടാ, സേതുവേട്ടാ, അവിടുന്ന് എന്താ ശബ്ദം? അതെന്റെ അളിയൻ സ്വാമിയെ കൊണ്ട് തേങ്ങ അടിക്കണ്ട, എന്റെ വില്ലിടുന്ന തല പൊട്ടിത്തെറിക്കാൻ. അയ്യോ എന്നിട്ടെന്താ, സ്വാമി സ്ഥിരമായി വന്ന് തേങ്ങ അടിച്ചടിച്ചിട്ട് എന്റെ വീട്ടിലിപ്പോ ഒരു കൊപ്ര കമ്പനി തുടങ്ങി. നമ്മള് പണ്ടെല്ലാം എന്തോരം സ്വപ്നം കണ്ട്, ഊട്ടി പോണം, ഊട്ടിന്ന് നേരെ കൊടൈക്കനാല് പോണം, അവിടെയൊക്കെ കറങ്ങണം. ശരിയാ, ഊട്ടി പോണം, അവിടുന്ന് നേരെ ഹൈദരാബാദ് പോണം. ഊട്ടി നേരെ ഹൈദരാബാദാ? അതൊരു ചേർച്ചില്ലല്ലോ സേതുവേട്ടാ. ഈ ഊട്ടി പോകുമ്പോ തണുപ്പടിച്ചിട്ട് എന്റെ വലിവ് കൂടും. അപ്പൊ നേരെ ഹൈദരാബാദ് ചെന്ന് അവിടുന്ന് ഒരു മീനെടുത്ത് വിഴുങ്ങുമ്പോ എന്റെ വലിവ് താനെങ്ങും പോയിക്കോളും. ശരി. എടി, ഊട്ടി പോയി കറങ്ങാനുള്ള കാശൊന്നും എന്റെ ഇല്ല. എനിക്ക് വലിയ കാശലവില്ലാണ്ട് കറങ്ങിയാ മതി സേതുവേട്ടാ. എന്നാലേ എന്റെ മോളൊരു കാര്യം ചെയ്യ്, ആ ഗ്രൈൻഡറിനകത്ത് പോയിരിക്കും, ഞാൻ സ്വിച്ച് ഇട്ടരാം, നല്ലപോലെ കറങ്ങിക്കോളും. ഇപ്പൊ സേതുവേട്ടൻ പണ്ടത്തെ സേതുവേട്ടനല്ല, എന്നോട് സ്നേഹേ ഇല്ല. സേതുവേട്ടൻ അറിയാവൂ, സേതുവേട്ടൻ തന്ന എല്ലാ ഗിഫ്റ്റുകളും എല്ലാ കത്തുകളും ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ നീ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എനിക്ക് 3-ാം വയസ്സിൽ ഒരു പല്ല് മുളച്ച്, അതായിട്ട് 2 ആഴ്ച കഴിയുമ്പോ എനിക്ക് 4 പല്ല് മുളച്ച്. അന്ന് എനിക്ക് സേതുവേട്ടൻ ആദ്യമായിട്ട് മേടിച്ചു തന്ന ബ്രഷായത്. എങ്ങനെയുണ്ട്, കൊള്ളാമോ?
ഇതൊക്കെ നീ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ? അപ്പൊ അതെന്താണ്? ഇത് എനിക്ക് സേതുവേട്ടൻ 10ാം വയസ്സിൽ മേടിച്ചു തന്ന ഉടുപ്പാ. ഇതും അവിടെ കിടക്കട്ടെ. അപ്പൊ ഈ വീണ് പോയ പീപ്പി ഏതാണ്? ഇത് എനിക്ക് പണ്ട് സേതുവേട്ടൻ ഉത്സവ പറമ്പിന്ന് മേടിച്ചു തന്ന പീപ്പിയാ. പണ്ടത്തെ അതേ സൗണ്ടല്ലേ ഇപ്പൊ ഇതിനും. സേതുവേട്ടൻ ഞാൻ തന്ന വെള്ളക്കത്ത് സേതുവേട്ടൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാ? നീ എന്താ വിചാരിച്ചേ മിഥുന സിനിമയിലെ പോലെ എല്ലാ കത്തും പശു നക്കിയെന്നോ? നീ എഴുതിയ കത്ത് എന്റെ സരളേ. നിർത്തണ്ട, വായിച്ചോ. എന്റെ സരളേ. നിർത്തണ്ട കുട്ടി, വായിച്ചോ. എന്റെ സരള. ഈ സരള ആരാ? ഞാൻ എഴുതിയ കത്തല്ലേ ഇത്. എനിക്ക് വേഗം ആൻസർ കിട്ടണം. അതെന്റെ കമ്പനിക്ക് ബയോഡാറ്റ തരാൻ വന്ന പെണ്ണിന്റെ പേരാണ് ഈ സരള. പിന്നെ നമ്മളിനി എപ്പോ കാണുന്ന എഴുതിയേക്കണത്? അത് ഈ ബയോഡാറ്റ തരാൻ വേണ്ടി നമ്മൾ ഇനി എപ്പോ കാണുന്ന അതിൽ എഴുതിയിരിക്കുക. ഉറപ്പാണല്ലോ. പിന്നെ നീ മിണ്ടരുത്. ഞാൻ മേലല്ലേ പറഞ്ഞത്, മേലെ തരുന്നല്ലോ. വീട്ടിന്റെ ഉള്ളിൽ ഇത്ര ശബ്ദം ശരിയാണല്ലോ. എന്താ ഇവിടെ ഇത്ര ശബ്ദം ആണോ? അതെന്റെ അളിയൻ വീട്ടിലേക്ക് അലിവ് തുറന്നു. അപ്പൊ അത് എല്ലാവർക്കും കിട്ടാത്തതിന്റെ അടിയാണ്. ഇങ്ങനെ അലിവേക്ക് അടി ഉണ്ടാക്കാൻ പാടുവോ? സേതുവേട്ടാ, എന്താ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോക്കി അലുവേന്ന് ഇച്ചിരി അലുവേര്. അലുവേ, ഇന്നത്തോടെ ഈ വീട്ടിൽ അലുവ് നിരോധിച്ചിരിക്കുന്നു. സേതുവേട്ടാ, നമുക്ക് ഇത്ര ബഹളമുള്ള വീട്ടിൽ നമുക്ക് താമസിക്കണ്ട, നമുക്ക് വീട് മാറാം. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? എനിക്ക് എല്ലാം മനസ്സിലായി. ഇപ്പൊ തന്നെ നീ പെട്ടിയോ കിടക്ക എന്താ ചെടുത്തോ. ഇപ്പൊ തന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കും നിന്നെ. സേതുവേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും കേക്കണ്ട. ഊട്ടി ഊട്ടി ഊട്ടി. അപ്പൊ ഇതെങ്ങനെ ശരിയാവും? 2 ഊട്ടി. സേതുവേട്ടാ, ഈ മിഥുൻ സിനിമയിൽ ക്ലൈമാക്സിലെ ഉർവശിയിലെ ആലേട്ടനും കൂടി പിണങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടായാക്കാൻ പോകുമ്പോ അവര് നേരെ ഊട്ടിയിലേക്കല്ലേ പോണത്. അപ്പൊ നമ്മളും പിണങ്ങിയില്ലേ? അപ്പൊ വാ, നമുക്ക് നേരെ ഊട്ടിയിലേക്ക് പോവാം. ഇനി എന്താ? സേതുവേട്ട ഫിഗർ പിടിക്കുന്ന ഏറ്റവും രസം. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേര്. അതിനാദ്യം നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ രണ്ടുപേരും. ഓന്റെ പേരെന്തുവാ? എന്റെ പേര് അശ്വജിത്ത്. അശ്വജിത്ത്. ഇതോ ഇയാളോ? നിമ്ര ഫാത്തിമ. നമ്മള് പറയുന്ന ഉറപ്പായിരുന്നു. നിമ്ര ഫാത്തിമ എങ്ങനെ ഈ ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ കാണാതെ പറഞ്ഞു? ഇത്രയും ഡയലോഗ്സ് അത് പഠിച്ച് ആണല്ലേ? പക്ഷെ ഒരിടത്തും മറന്നില്ലല്ലോ. നിമ്ര ഫാത്തിമ ഏത് ക്ലാസ്സിലാ? 2ാം ക്ലാസ്സിൽ. അശ്വജിത്തോ? ഞാൻ 6ലെത്തി. 6ലെത്തി. പരീക്ഷ എഴുതിയെത്തി. അശ്വജിത്തെ സ്കൂൾ ബാഗ് മാത്രമേ ഉള്ളൂ ഇത്രയും ഭാരമായിട്ട് ചുമക്കുന്നത്. എന്നാ മീശയാണ് ഭാരമായിട്ട്. ബണ്ണുണ്ട്, ഉറുമ്പ് അടിക്കുന്നു. ഈശ്വരാ, ബണ്ണിന്റെ മേളിലേക്കാ ഇരിക്കുന്നേ. കടിയുറുമ്പാണോ? പ്രശ്നമില്ല. ആരെ ഉറുമ്പിനെ ഇവിടെ സെറ്റ് ചെയ്തത്? നിന്റെ മറ്റേ ദാക്ഷായണി ബണ്ണാണോ? അവൻ. ആ, എവിടെ സ്ഥലം? എവിടെയാ അളിയന്റെ? എന്റെ സ്ഥലം പാലക്കാട്. പാലക്കാടോ? പാലക്കാട് നിന്ന് ആലുവയും പാലക്കാടും എങ്ങനെ കൂട്ടിമുട്ടി? അതെ, എങ്ങനെ നിങ്ങളുടെ കഥ? നിങ്ങൾ എങ്ങനെ കൂട്ടിമുട്ടിയ കഥ കേൾക്കട്ടെ. ഞങ്ങൾ വേറൊരു ഷോയില് പോയിട്ട് അപ്പൊ അവിടുന്ന് ഡയറക്ടർ സെറ്റ് ആക്കി തന്നാണ് ഞങ്ങൾ. മിഥുനം സിനിമ കണ്ടിട്ടുണ്ടോ രണ്ടുപേരും? നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് കാണും. അപ്പൊ കണ്ടിട്ടുണ്ട്. ഉമ്മി കാണിച്ചു തന്ന്. ആണോ? ഇത് ആരുടെ സാരി? അത് മടക്കി കൊടുത്തോ അതോ കീറിട്ട് കൊടുത്തോ? ഇത് വലുതല്ലേ? ഇത് കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ് അല്ലേ. ചേച്ചിക്ക് തോന്നിയോ? അതായത് നിമ്ര എന്ത് ഡയലോഗ് പറഞ്ഞാലും ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. എക്സ്പ്രഷൻ ഏതാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇവർക്കൊരു മടിയില്ല. അതാണ്, ഹെസിറ്റേഷൻ ഒന്നും ഇല്ല. പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അല്ല, എന്നറിയോ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ വിഗ് ഒക്കെ വെച്ചിട്ട് അഭിനയിക്കുന്ന വലിയ പടം. അതിനിടെ കട്ടിയുള്ള മീശ 10 കിലോ ഉണ്ടാ മീശ തന്നെ. അതിന്റെ പ്രതാപം, അതിന്റെ താഴോട്ട് വീഴുന്ന സ്പെക്സ്. ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വന്നപ്പോ തന്നെ സ്പെക്സ്, കണ്ണാടി ഫേസും കഴിഞ്ഞ് കവിഞ്ഞിരിക്കുക. ഇതെങ്ങനെയൊന്ന് ഒഴിവാക്കും എന്നതിനെ പറ്റി റിസർച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ ഫിഗർ കൊടുത്താം. ഫിഗർ പിടിക്കാൻ വലിയ പാടുപെട്ടു. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. ലാലേട്ടന്റെ ഫാനാണോ? ലാലേട്ടന്റെ ഫാനാ. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ മീശ പിരിക്കുന്നതെന്ന് പിരിച്ചെന്ന് നോക്കട്ടെ. മെല്ലെ പിരിക്കാവുള്ളൂ, ഒരു കൈ വരരുത്. ഡയലോഗ് ആണോ? ഒരു ഡയലോഗ് പറഞ്ഞേ. എന്തൊക്കെയാണ് മോനെ നീ പറയുന്നേ? എന്തൊക്കെയാ?
ഓക്കെ മോനെ. ഒരു ബീജം ഇടണം കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോ മതി കേട്ടോ. ബീജം അവിടെ ലാലേട്ടന്റെ റൈറ്റ് ഇല്ലാത്തത്. അളിയ ഇടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നീ ഇപ്പൊ ഈ മീശ പിരിച്ചല്ലോ, അന്നേരം മീജിയം മനസ്സിൽ കണ്ടോണ്ടാണോ പിരിച്ചത്? ഞാൻ എന്താ പറയാ വിചാരിച്ച് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ മീശ ഇരിക്കുമ്പോ ആരാ അങ്ങനത്തെ വല്ല സോങ് കൂടുന്നു. ഒന്ന് പിരിച്ചേ. ഒന്ന് പിരിച്ചു വന്നേ. എന്ത് ചെയ്യാൻ, എന്റെ ഒരു ഫാൻസ് പവറേ. ഇത് കണ്ട് ഞങ്ങളിപ്പോ നിന്റെ ഫാനായി. അതാണ് ഒറ്റ പെർഫോമൻസിന് ഗംഭീരായി. നിങ്ങൾ ആരും മറക്കാണ്ട് ഇതൊക്കെ പോകരുത്. പറഞ്ഞാലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ നീ? ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ അഭിനയിച്ചോ? പ്രചോദേട്ടന്റെ നാവ് പൊന്നായി. ആണല്ലേ? ഏത് സിനിമ? പ്രചോദേട്ടൻ ഞാൻ അന്ന് ഡാൻസർ ആയിട്ട് വന്നപ്പോൾ പ്രചോദേട്ടൻ പറഞ്ഞായിരുന്നു നീ ഒരു ജൂനിയർ പ്രഭുദേവയെന്ന്. അന്ന് ബക്രു ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം ആരുടെ കൂടെ അഭിനയിച്ചു ഇപ്പൊ പടം? പ്രഭുദേവയുടെ മകനായിട്ട്. സൂപ്പർ. ഏത് പടം ഇപ്പൊ ഷൂട്ട്? എന്താണ് പടത്തിന്റെ പേര്? പേട്ടാറാം. ബെറ്ററാ. അടിപൊളി. അപ്പൊ നീ ഡാൻസറും കൂടിയാണ്. യെസ്. സേതോട്ടിന്റെ ഒരു ഡാൻസും കൂടെ കണ്ടാലോ? ഒന്ന് പറയോ അത് ഡാൻസ്? കള്ളായിരിക്കും. എന്റെ പൊന്നെ. എന്താ സേതോട്ടിനത് ഒന്ന് ഡാൻസ് കളിക്കാൻ പറയോ? പറ. സേതേട്ടാ ഒന്ന് ഡാൻസ് കളിക്കാം. മ്യൂസിക്. കുറച്ച് മുന്നേ വരണ്ട, മ്യൂസിക് കഴിഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, മുന്നിൽ നിന്ന് നീ കളിക്കുന്നോണ്ട് മുന്നിൽ നിന്ന് വരാൻ പറ്റിയില്ല. നന്നായിടാ, നിന്റെ ഡാൻസ് കുളമായില്ലല്ലോ. അടിപൊളി അടിപൊളി. ഇത് വെറും പൊളിയല്ല, ഇതാണ് കാട്ടുതീ. അതാണ് അല്ലേ? അതെ. ഭാഗ്യം പടരാണ്ടിരിക്കാൻ. ഇവൻ എനിക്ക് വളരെയധികം ഒരു എന്താണ് മുതൽക്കൂട്ടാണ്. അതുക്കപ്പുറമാണ്. മുതൽക്കൂട്ടാണ് ഞങ്ങൾക്ക്. അതെ, ഞങ്ങൾക്ക് മുതൽക്കൂട്ടാണ്. നിങ്ങൾക്ക് അവൻ നല്ലത്, പക്ഷെ എനിക്ക് അവൻ കെട്ടവണ്ട. മോളെ മോളെ കൗണ്ടറാണല്ലോ. ശരി, അപ്പൊ എന്തായാലും ദാക്ഷായണി ജ്യൂസും ദാക്ഷായണി ബിസ്ക്കറ്റും. അല്ല, ഞാൻ കാര്യം പറയട്ടെ. ഇനിയുണ്ടോ പാട്ട്? എന്താ ചെലവിന് ഒരു ബണ്ണ്. എല്ലാം ശുഭം ശുഭം അടിപൊളിയായിട്ട്. നമ്മള് വൈൻഡപ്പല്ലേ? വൈൻഡപ്പ് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. തമാശ നിറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് നമുക്ക് നോളജ് നൽകാൻ പറ്റുന്നുണ്ട്. ചില സമയങ്ങളിൽ ചില സ്പെഷ്യൽ ആൾക്കാർ വരാറുണ്ട്, അവരുടെ വിശേഷങ്ങൾ അറിയാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം കൂടെ അങ്ങ് ചെയ്തു പോവാം. വേറെ ഒന്നല്ല, പുസ്തക പ്രകാശനം. അല്ല, ഇതൊരു പുസ്തക പ്രകാശനമാണ്. എഴുതിയ ആള് റൈറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ അതിനെ പറ്റി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. റൈറ്ററിനെ സ്വാഗതം ചെയ്യാം. സർ, കൻ യു പ്ലീസ് ജോയിൻ us? നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. അപ്പം ദേവി ചേച്ചി, ചേട്ടാ, പ്രജോദേട്ടാ, ഇതാണ് നമ്മുടെ റൈറ്റർ. സാറിന്റെ പേരെന്താ? നിയോൺ വെളിച്ചത്താൽ പ്രകാശപൂരിതമായ കൊട്ടാര സാദൃശ്യമയെ അലങ്കരിച്ച ഈ അകത്തളത്തിൽ അമർന്നിരുന്ന ഞെളിവിരി കൊള്ളുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു മന്ദസ്മിതം കൊണ്ട് കൈകൂപ്പി നിൽക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു.
രസലയകുമാർ. രസലയകുമാർ. നല്ല പേര് കേട്ടോ, വളരെ വ്യത്യസ്തമായ രസമുണ്ട്, കേൾക്കാൻ രസമുണ്ട്. നല്ല എഴുത്തും അച്ചടിയും അച്ചടി മഷിയും പേനയും പുസ്തകവും ഒക്കെ മറന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രവും ശാസ്ത്രലോകത്തിന്റെയും പുറകെ പോകുന്ന കുട്ടികൾക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ് രസലയകുമാർ. കൊള്ളാം കൊള്ളാം. അല്ലേ ഇത്? ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ വരാൻ കഴിഞ്ഞു. അതാണ്. ഞാൻ എന്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ പുസ്തകങ്ങളാ സാധാരണ എഴുതാറ്? അതായത് ഞങ്ങള് കുടുംബപരമായിട്ടൊരു അസുഖമുണ്ട്, അയ്യോ എന്താ എഴുത്തിന്റെ. അച്ഛൻ നന്നായിട്ട് എഴുതുമായിരുന്നു, അമ്മ വരയ്ക്കുമായിരുന്നു, ആ വരയിൽ അച്ഛൻ നിൽക്കുമായിരുന്നു. അച്ഛൻ, കൊച്ചച്ഛൻ, അപ്പൂപ്പൻ, മാമൻ എല്ലാവരും ആ വരയിൽ പുറത്ത് ചാടിയൊരു വിവരം അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു അനുജനുണ്ട്, ചുവരെഴുത്താണ്. അതിന്റെ താഴെ ഒരു അനുജനുണ്ട്, അവനൊരു ന്യൂ ജനറേഷൻ എഴുത്തുകാരനാണ്. പുള്ളി അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ വന്ദേ ഭാരതിന്റെ ബാത്റൂമിൽ എഴുതിയതിന് അകത്താണ്. വേണ്ടിയിരുന്നില്ല. വളരെയധികം ഭയങ്കര ന്യൂജനായി. അതൊരു വലിയ വാർത്തയായിരുന്നു ആനീനെ പറ്റി. അല്ല, ഈ രസലയകുമാർ എന്ത് തരം പുസ്തകങ്ങളാണ്? അതായത് ഞാൻ അധികം ജീവചരിത്രങ്ങളാണ് എഴുതാറുള്ളത്. എന്റെ അച്ഛനാണ് കുറച്ചുകൂടി ഫേമസ്. അതായത് അച്ഛൻ അതായത് ചെറുപ്പക്കാരുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതെ, അച്ഛന്റെ പേര് ബാബു. എന്ത് പുസ്തകം അച്ഛൻ എഴുതിയേ? കൊച്ചു പുസ്തകമാണ്. കൊച്ചു പുസ്തകം എന്ന് പറയുമ്പോ പേര് സാർ അതിന്റെ മെൻഷൻ അല്ല, വലിയ പുസ്തകം എഴുതുമ്പോൾ അച്ഛന്റെ കൈക്കൊരു വിറയൽ വരും. അതുകൊണ്ട് അച്ഛൻ എഴുതിയ വലിയ പുസ്തകത്തെക്കാൾ നല്ലത് കൊച്ചു പുസ്തകങ്ങളാണ്. വായിച്ചിട്ടുണ്ടോ? ഓ, അച്ഛനെഴുതിയില്ല, അച്ഛൻ ഭയങ്കര നല്ല രസമാണ്. ഒരുപാട് പ്രചോദേട്ടൻ മാത്രം ഒരുപാട് ചെറുപ്പക്കാർ അതുകൊണ്ട് അറിവുകൾ നേടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ പക്രുചേട്ടൻ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അല്ല, ജീവചരിത്രം അല്ല, അനുഭവം ഓർമ്മ. അനുഭവം എഴുതിയിട്ടുണ്ട്. പ്രചോദേട്ടൻ എഴുതാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. പുസ്തകമല്ല, വലിയ പുസ്തകം. അപ്പൊ ദേവി ചേച്ചിയെ കുറിച്ച് എനിക്കൊരു പുസ്തകം എഴുതണമെന്നുണ്ട്. ചേച്ചിയുടെ അനുവാദം ഉണ്ടെങ്കിൽ അതിന്റെ പേര് വരെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എഴുതണം. പേരെന്ന് പറഞ്ഞേ? എനിക്ക് തെറ്റിയ 36 സ്റ്റെപ്പുകൾ. ടൈറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ താങ്കൾ എന്ത് പുസ്തകമാണ്? അതായത് നിങ്ങൾക്കിടയിൽ അത് പറയാനാണ് ഞാൻ വന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഓടിച്ചാടി നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി, മാലാക പോലൊരു പെൺകുട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഏറെ നമുക്കല്ല കേരളത്തിലുള്ള എല്ലാവർക്കും പ്രിയങ്കരിയായ എലീനയെ കുറിച്ചുള്ള എലീനയുടെ ആത്മകഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു വർഷം തീർച്ചയായിട്ടും. അതെ അതെ, ഒരു വർഷമായി ഞാൻ എലീനയുടെ പുറകെ നടന്ന് എലീനയെ കണ്ടു പഠിച്ച് റിസർച്ച് ചെയ്ത് എഴുതിയ ഒരു പുസ്തകമാണ്. പക്ഷെ ഞാൻ ഒരു ചേട്ടനെ ഒരിടത്തും വെച്ച് കണ്ട പോലെ എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഞാൻ അങ്ങനെ വരാറില്ല. ഇത് എഴുതിയപ്പോ മാഷിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു? ചലഞ്ചിങ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നല്ല കറുത്ത മുടിയുള്ളവനും കറുത്ത താടിയൊക്കെ ഉള്ള ആളായിരുന്നു. ഞാനിത് കണ്ട് ചില സമയങ്ങളിൽ ഏതാ നല്ലത് ഏതാ ശരിയെന്ന് എനിക്ക് തിരിച്ചറിയാൻ വയ്യാതെ ഞാൻ ഭരണിക്കകത്ത് വരെ കയറി വിളിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ നര എന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇതൊന്ന് പ്രകാശനം ചെയ്തു. അതെനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ്, ഒരു മൊമെന്റ് ആണ്. ചേച്ചി നിങ്ങൾ ജോയിൻ ചെയ്യാവോ? തീർച്ചയായും. എലീന ഒരു ടോപ്പിക് ആകാന്ന് പറഞ്ഞ വലിയ ഈ പുസ്തകം എഴുതുന്നതോടുകൂടി എലീന കേരളക്കരയാകെ ഒരു ടോപ്പിക് ആവും. അപ്പൊ ഞാൻ ഈ സൈഡിലേക്ക് നിൽക്കട്ടെ. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ആദ്യമായിട്ട് നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയാണ്. അതും എന്നെ പറ്റി എഴുതിയിരിക്കുന്നതാണ്. ഒരുപാട് താങ്ക് യു. ഒരു കൈയടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആൻഡ് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യാക്കോ. എന്റെ അമ്മേ, കണ്ടുപിടുത്തങ്ങളിലൂടെയും അറിവുകളിലൂടെയും ഞാൻ പകർന്നു. ഞങ്ങളിത് റിവീൽ ചെയ്തോട്ടെ. കവറും ഈ ഒരു ബുക്കും കേരളക്കരയിലേക്ക് ഞങ്ങളുടെ കരത്തിലൂടെ സമ്മാനിക്കുകയാണ്. ചേട്ടാ വായിച്ചേ എന്താന്ന് വായിക്കട്ടെ. എലീനയുടെ 101 മണ്ടത്തരങ്ങൾ. എലീനയുടെ 101 മണ്ടത്തരങ്ങൾ. നല്ലൊരു മികച്ച പുസ്തകമായിരിക്കും. ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിൽ ഏത് കഥയാണ് ശരിക്കും നമുക്കൊരു മോട്ടിവേഷൻ ആയത്? ഇത് എഴുതാൻ വേണ്ടി മുമ്പോട്ട് പോയ ഏത് കഥയാണ്? ഒരു കഥയെന്നും പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ 101 ഞാൻ കുറച്ചതാ. സത്യം പറഞ്ഞാൽ 10,001 ഉണ്ട്. 5 വർഷം ഞാൻ ഇത് വെച്ച് ജീവിക്കും.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ പേരിൽ കേസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തെളിവിനായിട്ട് ഞാൻ CD കൂടി കൊടുക്കുന്നു. കാരണം ആ CD-ന്റെ ഞാൻ ഇപ്പൊ തന്നെ വാക്ക് തരുന്നു. CD-യുടെ പബ്ലിഷിങ്ങിന്റെ ഇതിലെ മൊത്തം ഇത് ഞാൻ ഏറ്റെടുത്ത് നമുക്ക് ഒരുമിച്ച് യുഗ്മമായിട്ട് ഇത് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ഈ കൊച്ചിന് മനസ്സിലാകുന്നില്ല. ചമ്മിനാരി ബ്ലീച്ച് ആയതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. പറയണ്ട. ഈ ബുക്കും കൊണ്ട് ഞാൻ അങ്ങ് പോകുന്നു. രക്ഷപ്പെടും. പക്ഷെ കൊള്ളാം കേട്ടോ. തിരിസാറിന്റെ മറ്റൊരു മലയാള ആ ഒരു കൂട്ടായ്മ എല്ലാം കൂടെ ചേർത്തൊരു വൈൻഡപ്പ് പറയാമോ സാറേ? വന്ന മനോഹരമായ ഈ സായംകാലത്തിൽ ഇത്രയും ധന്യമായ ഒരു സദസ്സിൽ നിന്ന് വിട പറയുമ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ കുട്ടിയെ മറക്കരുത്, ഈ പുസ്തകം മറക്കരുത്. Bye bye.